അസ്സലാമലൈക്കും മക്കളെ, എന്താണ് സുഖല്ലേ? ഞങ്ങളിപ്പോ പ്രോപ്പർ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ മനാമ റൗണ്ടാണ് കേട്ടോ. മനാമ റൗണ്ടിൽ നിന്ന് ഞങ്ങൾ നേരെ മ്യൂസിയം റോഡ്, ഈ റോഡിൽ ഇതാ മ്യൂസിയം റോഡിൽ ഇതാ നേരെ ഇങ്ങനെ പോവാണ് ഞങ്ങൾ. മ്യൂസിയം റോഡ് ഷാബിയേക്കുള്ള റോഡ് പഴയ വലതിയാണ്. പഴയ വലതിയൊക്കെ മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയാണ്. വമ്പം പരിപാടിയും ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് അത് മ്യൂസിയം. ഈ കാണുന്നതാണ് മ്യൂസിയം, കെഫ്റ്റേരിയ മ്യൂസിയം ആണ് ഇത്. ഗേറ്റിൻ്റെ അവിടെ എൻ്റെ പീരങ്കിയൊക്കെ ഉണ്ട്. റംസാനിൽ വെടിയൊക്കെ പൊട്ടിക്കൂടെ, പീരങ്കി കാണിക്ക്. റംസാനിൽ വെടിയൊക്കെ പൊട്ടിക്കുക. അത് നേരെ അതിൻ്റെ ഫ്രണ്ട് കൂടെ നേരെ നമ്മൾ പോകണം കേട്ടോ. നേരെ അതിൻ്റെ ഫ്രണ്ട് കൂടെ നേരെ അങ്ങോട്ട് പോയാൽ ഒരു ചെറിയ റൗണ്ട് കിട്ടും നേരെ. അതായത് മ്യൂസിയം റോഡിൽ നേരെ മുന്നോട്ട് പോയാൽ മുന്നിൽ ചെറിയ റൗണ്ട് കിട്ടും. ആ റൗണ്ടിൽ നിന്ന് നേരെ ഒരു ലേശം കച്ചറോട്ടൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ആ റൗണ്ട് ഇതാ അടുത്തത്. ഈ റൗണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. പള്ളി ഷെയ്ഖ് പാലസ് ആണ് കേട്ടോ. നമ്മുടെ അജ്മാൻ ഷെയ്ഖ് വ്യാഴാഴ്ചയൊക്കെ വന്നാൽ താമസിക്കുന്ന സ്ഥലമാണ്. ഷെയ്ഖിന്റെ ഒരു വീട് ഇതാണ് റൗണ്ട്, ചെറിയ റൗണ്ട്. ഇതാണ് റൗണ്ട്. ഈ റൗണ്ടിൽ എത്തിയാൽ നമ്മൾ നേരെ പോവാം. നേരെ പോയിട്ട് ഇതാ നേരെ അങ്ങോട്ട് നേരെ വന്നാൽ പിന്നെ കച്ചിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പൊ എവിടേക്ക് നമ്മൾ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് സീ. അപ്പൊ നമ്മൾ കച്ചിക്ക് ഇറങ്ങി നേരെ നമ്മൾ വിചാരിച്ച ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടാ. കച്ചിയിൽ ഇറങ്ങി വെക്കണത് അവിടെ ഒരു വാദിയൊക്കെ ഉണ്ട്. ഈ മഴയൊക്കെ പെയ്താൽ ഒഴുകുന്ന ഒരു വാദിയാണത്. നിറഞ്ഞൊഴുകുന്ന വാദി. നേരെ ഇവിടെ ഈ വാദിനെ തൊട്ട് നേരെ ഇവിടെ എത്തി. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു സ്പോട്ട് ഇവിടെ നിൽക്കുന്ന ഇത് നമ്മളെ ബായ് കമോൺ ബായ്. നമ്മളെ ബായ് ഫുള്ള് ഫോട്ടോഷൂട്ടിന് വന്നാണ്. നമ്മളെ സബ്സ്ക്രൈബാണ് ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ ഈ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ബായ് ഇവിടെ ഫോട്ടോഷൂട്ടിന് വന്നാണ് കേട്ടോ. അത് വേറെ പിന്നെ പറഞ്ഞുതരാം. ഇതാണ് ഇതിന്റെ പേര്. വാദി സാഫ് റിസോർട്ട്. എന്താണ് റെസ്റ്റ് അല്ലേ? റെസ്റ്റ് വാദി റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ മനാമിയിലുള്ള മലയാളീസ് ഫാമിലീസ്, ബംഗ്ലാദേശിൻ്റെ ഫാമിലീസ്, അങ്ങനെ കുറേ ഫാമിലീസ് നമ്മളെ മനാമിയിലുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല അങ്ങനത്തെ ഒരു സംഭവം. മലയാളികൾക്ക് വൈകുന്നേരമായാൽ ഒരു ഫ്ലാസ്കിൽ ചൂട് ചായ കണ്ടില്ല. നമ്മളത് ചായ ഇട്ട് വന്നിട്ടുണ്ട്. ഫ്ലാസ്കിൽ ചൂട് ചായ ഇട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്, ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്, എൻജോയ് ചെയ്യാനുള്ള, കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല ഒരു സമയം പോകുന്ന നല്ലൊരു സംഭവമുണ്ട്. ബായ് ഇവന്റെ ഫ്രണ്ടാണ് കേട്ടോ. അവർ ഫോട്ടോഷൂട്ടിന് വന്നാണ്. ഇവരുടെ ഫ്രണ്ടാണ്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ തൊട്ട് ഈ ഏരിയയിൽ താമസിക്കുന്ന മലയാളി ഫാമിലികൾ, എല്ലാ ഫാമിലികൾക്കും വന്ന് വൈകുന്നേരം വന്ന് ഇരിക്കാനും സമയം കൊല്ലാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും അറിയില്ല സംഭവം. നമ്മളെ മനാമ റൗണ്ടിൽ നിന്ന് ഒരു 300 മീറ്റർ ഇവിടെ ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ. അപ്പോൾ മക്കളെ ഇതൊരു കിണറാണ് കേട്ടോ. ഇവിടുത്തെ പഴയ കിണറാണ് ഇത്. പഴയ കിണർ. അതേമാതിരി ഒരു കിണർ കൂടി അവിടെ ഉണ്ട്. ഇതിൽ വെള്ളം ഉണ്ടോയെന്ന് നമുക്കും അറിയില്ല, ഇപ്പോൾ നോക്കണം. പിന്നെ അതേമാതിരി ആ കാണുന്ന മനാമിത്തെ ഖബർസ്ഥാനാണ് കേട്ടോ. ഇവിടുത്തെ പഴയല്ല, ഇവിടുത്തെ മരണപ്പെട്ടാൽ മറവി എന്നൊരു സ്ഥലമാണ് ഖബർസ്ഥാൻ. അപ്പോൾ മനാമിത്തെ ഖബർസ്ഥാൻ നമ്മളൊക്കെ വരുമ്പോൾ ഉള്ള ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ നമ്മളെ ഇവിടെ പോകുമ്പോൾ സലാം പറഞ്ഞിട്ടാണ് ആ ഭാഗം നമ്മൾ കടന്നു പോക്ക്. നിറച്ചു വെള്ളമുണ്ട്. അങ്ങനെ പഴയ കിണറാണ്. ഇതാണ് ഈ കിണറിൻ്റെ അവസ്ഥയാണ് കേട്ടോ. വെള്ളം ഉണ്ടാ ഇതിൻ്റെ ഉള്ളിൽ കയറും. മെയിൻ എൻട്രൻസ് ആണ് ഇത് കേട്ടോ. നമുക്ക് വന്നാലും ഇവിടെയൊക്കെ മെയിൻ കുട്ടികൾക്ക് കളിക്കാൻ നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. വൃത്തിയുടെ കാര്യത്തിൽ ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, എന്നാലും വീണ്ടും പറയുകയാണ്. ഹലോ ഇങ്ങനെ വണ്ടി കയറി.
കേട്ടോ. ഫ്രീ പ്രൊമോഷൻ ഇല്ലല്ലേ നമ്മൾ? ഫ്രീ പ്രൊമോഷൻ നമ്മൾ ചെയ്യണല്ലോ. നമ്മൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് ചെറിയൊരു ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇവിടുത്തെ സംഭവം ഞങ്ങൾ ഇനി ഇറങ്ങിയിട്ട് നേരെ വണ്ടാനും കഥകൾ പറയാനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം അതുകൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ, കമോൺ.